ഹലോ ഗായ്സ്, ഇന്ന് നമുക്കൊന്ന് കാന്തമ്പാറ കാണാൻ പോയാലോ? ഞങ്ങൾ വയനാട്ടുകാരാണെങ്കിലും നമ്മുടെ വയനാടിൻ്റെ ഈ തൊട്ടടുത്തുള്ള ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാന്തമ്പാറ സത്യത്തിൽ കണ്ടിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. ഞാനും എൻ്റെ മക്കളും ഉമ്മയും സിസ്റ്ററും ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ ഒന്ന് കണ്ടവരാണ്. എങ്കിലും ഞങ്ങൾ കണ്ടില്ലെങ്കിൽ ഒരു മോശമല്ലേ? അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, എല്ലാവരും കൂടി വണ്ടി എടുത്ത് നേരെ വിട്ടു കാന്തമ്പാറ കാണാനായിട്ട്. സത്യം ഞങ്ങൾ ഇറങ്ങിയത് തന്നെ ഒരു ഉച്ച സമയത്താണ് കേട്ടോ. അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് മേപ്പാടിയുള്ളൊരു റെസ്റ്റോറൻറ്റിലാണ് നിർത്തിയത്. കാരണം നമ്മൾ പോകുന്ന ആ വടുവഞ്ചാൽ കാന്തമ്പാറ ഭാഗത്തൊന്നും നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലമല്ല. ഇവിടുന്ന് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല മന്തിയായിരുന്നു, പിരി മന്തി സൂപ്പറായിരുന്നു, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. പക്ഷേ ഒരുപാട് ടൈം ഇരുന്നിട്ടാണ് ആ മന്തി ഒന്ന് ആ ടേബിളിലേക്ക് വന്നത് എന്നതാണ് സത്യം. ഇരുന്നിരുന്ന് ലാസ്റ്റ് ഫുഡ് വേണ്ടിയിരുന്നില്ല, ഓർഡർ ചെയ്യേണ്ടിയിരുന്നില്ല എന്നുള്ളൊരവസ്ഥയായിരുന്നു ഞങ്ങൾക്ക്. അത്രയും ടൈം ഞങ്ങൾ അവിടെ ഇരുന്നിട്ടാണ് ഞങ്ങൾക്ക് ഫുഡ് കിട്ടിയത്. എങ്കിലും സാരല്ല, കിട്ടിയല്ലോ. കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. പിന്നെ നേരെ വിട്ടു. ഈ പോകുന്ന വഴി ശരിക്കും കാണാൻ നല്ല രസമുള്ളതാണ്. ചുറ്റും കാപ്പിത്തോട്ടങ്ങളും ഒരു ഓഫ് റോഡ് പോകുന്ന പോലത്തെ വഴിയൊക്കെ ആയിട്ട് നമുക്ക് തോന്നും കേട്ടോ. ഭയങ്കര കട്ടറൊക്കെ ആയിട്ടുള്ള റോഡാണ്, എങ്കിലും നല്ല രസമാണ്. അങ്ങനെ നമ്മളിതാ ആ റോഡിലേക്കൊക്കെ തിരിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഏകദേശം എത്താനായിട്ടുണ്ട് കേട്ടോ. ഇതാ നമ്മൾ കാന്തമ്പാറയിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇതാണ് ആ എൻട്രിയിൽ നമ്മൾ കാണുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ ബാക്കിയുള്ള വയനാട്ടിലെ വാട്ടർഫോൾസിനേക്കാളും ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ അധികം നടക്കേണ്ടതില്ല. നമുക്ക് വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡയറക്റ്റ് നമുക്ക് നടന്ന് കാന്തമ്പാറയിലേക്ക് എത്താമെന്നുള്ളതാണ്. ബാക്കിയുള്ള വാട്ടർഫോൾസിലൊക്കെ അത്യാവശ്യം ഒരുപാട് ദൂരം നമ്മൾ നടക്കേണ്ടതായിട്ടുണ്ട്. നടന്ന് നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്കും ഒരു മടുക്കുന്നൊരവസ്ഥ ഉണ്ടാവും. എന്നാൽ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ നമുക്ക് ഒട്ടും മടുക്കത്തില്ല. കാരണം തൊട്ടടുത്ത് തന്നെ നമുക്ക് പാർക്കിംഗ് സൗകര്യം ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. എന്ത് രസമാണെന്ന് നോക്കിക്കേ. ആ വഴിയും ആ വാട്ടർഫോളും എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ളൊരു ആംബിയൻസാണ് തരുന്നത് കേട്ടോ. സത്യത്തിൽ ഉച്ച സമയമായതുകൊണ്ട് വെയിലത്ത് കുടുങ്ങി പോകുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും ഇവിടെ അത്യാവശ്യം ഒരു തണലും കാറ്റും വെയിലും ഒക്കെ കൂടി ഒരു മിക്സ് ആയിരുന്നു. അതുകൊണ്ട് വലിയൊരു ഇഷ്യൂ ഫീൽ ചെയ്തില്ല. പിന്നെ ഉച്ചയായതുകൊണ്ട് തന്നെ നല്ല തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ശരിക്കും ഇവിടെ അടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉണ്ടാവാറ് കേട്ടോ. ഇതാണ് നമ്മുടെ കാന്തമ്പാറിൻ്റെ മേലെ നിന്നുള്ള വ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഒരു മലയുടെ മുകളിൽ നിന്ന് നമ്മുടെ വാട്ടർഫാൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ്. നോക്കി എന്ത് രസമാണെന്ന്. നമ്മൾ അടുത്തെത്തും തോറും അതിൻ്റെ ഭംഗി കൂടിക്കൂടി വരികയാണ്. നമുക്കിതാ ആ വെള്ളത്തിലേക്കാണ് ഇറങ്ങേണ്ടത് കേട്ടോ. ഈ പാറയിലൂടെയൊക്കെ പിടിച്ച് നടന്ന് അതിൻ്റെ ഇടയിലൂടെ ആ ഒഴുകി വരുന്ന വെള്ളമാണെങ്കിൽ നല്ല ഫ്രിഡ്ജിൽ വെച്ച പോലെ അത്രയും തണുപ്പിൽ എന്ത് രസമാണെന്നറിയോ. പിന്നെ സമയം പോയതൊന്നും അറിഞ്ഞില്ല. 2-3 മണിക്കൂർ വെള്ളത്തിൽ തന്നെ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. ശരിക്കും ഇത്രയും നല്ലൊരു സ്പോട്ടിൽ നമ്മൾ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ശരിക്കും നഷ്ടമായി പോയേനെ കേട്ടോ. അത്രയും നന്നായിട്ട് എൻജോയ് ചെയ്തു. തിരിച്ചു വരുമ്പോൾ നമ്മുടെ ആ ക്ഷീണമൊക്കെ മാറ്റാനായിട്ട് ഇത് കണ്ടില്ലേ, നല്ല മുളയൊക്കെ വെച്ചിട്ട് ഒന്ന് റിലാക്സ് ആവാനായിട്ട് ഇരിക്കാനൊക്കെ പറ്റിയൊരു സ്പേസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു കേട്ടോ. ഒരു 4 മണിയൊക്കെ ആയി ഏകദേശം. പിന്നെ വരുന്ന വഴി ഇതാ ഈ ഒരു ടീ ഷോപ്പിലേക്കാണ് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത്. നല്ല തണുത്ത് വിറച്ച് വരികയാണല്ലോ, അതുകൊണ്ട് തന്നെ ഒന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ആണെങ്കിൽ ഒരുപാട് ബജികളും എണ്ണക്കടികളൊക്കെ കിട്ടും. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയല്ല കേട്ടോ, കറക്റ്റ് ടൈമിന് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. നല്ല ടേസ്റ്റും ഉണ്ട്. പിന്നെ എന്താ പറയുക, ഈ തണുത്ത് വിറച്ചിങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ചൂട് ചായയും ചൂട് ബജികളും കടികളൊക്കെ ഇങ്ങനെ പൊരിച്ച് തരിക എന്നൊക്കെ പറയുമ്പോൾ അത് കഴിക്കുമ്പോൾ തന്നെ ശരിക്കൊരു അടിപൊളിയായിരിക്കും അല്ലേ. ആ തണുപ്പൊക്കെ വിട്ട് നമുക്കിങ്ങനെ ഒരു എന്താ പറയുക, ഒരു വല്ലാത്ത ഫീൽ തന്നെയായിരിക്കും. ഇതൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ട്രിപ്പ് ഇതാ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ കാന്തമ്പാറ വിസിറ്റ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്ത് നോക്കുക. ഒരു മസ്റ്റ് ട്രൈ പ്ലേസ് തന്നെയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. അപ്പോൾ എല്ലാവർക്കും പിന്നെ കാണാം കേട്ടോ. അതുവരേക്കും ബൈ ബൈ.